നെക്സ്റ്റ് ഈസ് വൈപ്പിൻ നിലവിൽ കരുത്തുറ്റ മറ്റൊരു സ്ഥാനാർത്ഥി MP ഷൈനിയാണ് LDF ഫീൽഡിൽ ഹെലികോപ്റ്റർ ദായത്തിലെ ടോണി ചമ്മണി എറണാകുളം കോർപ്പറേഷന്റെ പഴയ മേയർ ടോണി ചമ്മണി. അനിത തോമസ് ആണ് NDA കാൻഡിഡേറ്റ്. വൈപ്പിനിൽ എന്താണ് എന്നുള്ളതാണ് അവിടെ സമുദായ സമവാക്യങ്ങൾ, ഒപ്പം തന്നെ ഇടതിന്റെ വേരുറച്ച മണ്ണ്. വൈപ്പിനിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിലേക്ക് പോയി മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ ഫീൽഡ് ചെയ്തിരിക്കുന്നത് MP ഷൈനിയാണ്. നല്ല ഗംഭീര കാൻഡിഡേറ്റ് ആണ്. അത് ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമല്ല, ചുറുചുറുക്കുള്ള ഇടത് പോരാളിയാണ്. ടോണി ചമ്മണി മോശമൊന്നുമല്ല. ടോണി ചമ്മണി ഫേസ് ആണ്, എറണാകുളം കോർപ്പറേഷന്റെ ഫേസ് ആണ്. എറണാകുളത്തിന്റെ മുഖവും പോരാട്ട വീരത്തിന്റെ കരുത്തുമാണ്. അവിടെ ഈ ജാതി സമവാക്യം ഭയങ്കര പ്രശ്നമാണ്. അവിടെ എല്ലാ സമവാക്യങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ എന്താണ് സംഭവിക്കാൻ ഓർമ്മിക്കുക, 8201 വോട്ടുകൾക്ക് ഉണ്ണികൃഷ്ണനെ വിജയിപ്പിച്ചു വിട്ട വൈപ്പിനാണ്. ഇത്തവണ ഉണ്ണികൃഷ്ണൻ അവിടെ ഇല്ല, പകരം അവിടെ ഷൈനി മത്സരിക്കാൻ എത്തുന്നു. ഷൈനി രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നാണ്, പോരാടുന്ന രാഷ്ട്രീയ സാമുദായിക പശ്ചാത്തലവും ഷൈനിക്ക് അനുകൂലമാണ്. എന്താണ് സാധ്യത എന്ന് നമുക്ക് നോക്കാം. വൈപ്പിൻ മണ്ഡലത്തിൽ അട്ടിമറി സംഭവിക്കുമോ? അവിടെ വൈപ്പിൻ മണ്ഡലം UDF പിടിച്ചെടുക്കുമോ? വൈപ്പിൻ UDF or LDF? Pro LDF. ഞാനൊരു 50-50 പറയുന്നത്. അവിടെ നല്ല പോരാട്ടമാണ്. സ്റ്റിൽ സമുദായ സമവാക്യങ്ങൾ മാത്രമല്ല, ഷൈനിയുടെ ഒരു പേഴ്സണൽ അപ്പീൽ ആ മണ്ഡലത്തിൽ ഇതിനകം തന്നെ ചർച്ചയായിട്ടുണ്ട്. കാര്യം ഷൈനി ആ ഒരു പോരാട്ട വീര്യമുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, പോരാട്ട വീര്യമുള്ള പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ ഒരു UDF വേവ് ഉണ്ടെങ്കിൽ UDF ഉണ്ടെങ്കിൽ വൈപ്പിൻ മറികടക്കും, സംശയമൊന്നുമില്ല. വൈപ്പിനും മറികടക്കും. നമ്മൾ പറഞ്ഞതുപോലെ കൊച്ചിയെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് മതിയാവത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് പോരാ എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഇനി അടുത്തത് ഈ വാർത്തകൾ കൊണ്ട് സമ്പന്നമാണ് തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥിത്വം. ഡീലാരോപണം വന്ന മണ്ഡലമാണ്. NDA മുനിസിപ്പാലിറ്റി പിടിച്ച മണ്ഡലമാണ്. BJPയുടെ മുനിസിപ്പാലിറ്റി. കഴിഞ്ഞ തവണത്തെ വൈപ്പിൻ മത്സരത്തിന്റെ തനിയാവർത്തനമാണ് ഇത്തവണ തൃപ്പൂണിത്തുറയിൽ സംഭവിക്കാൻ. കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സ്ഥാനാർത്ഥികൾ എവിടെ തൃപ്പൂണിത്തുറയിലേക്ക് പോകും. വൈപ്പിനിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ നേരെ ഇവിടെ വന്ന് മത്സരിക്കും. അതുകൊണ്ടാണ് LDFിലെ KN ഉണ്ണികൃഷ്ണൻ, UDFിലെ ദീപക് ജോയ്, NDA അഞ്ജലി നായർ. അഞ്ജലി PV. അപ്പോ ഒപ്പത്തോടൊപ്പം കഴിഞ്ഞ തവണ 992 അന്ന് കെ ബാബു സ്വരാജിനെ പരാജയപ്പെടുത്തി പോകുന്നത് കേവലം 992 വോട്ടുകൾക്ക്. കോടതിയിൽ പോയിട്ടും പക്ഷെ കെ ബാബു ആയിരുന്നു അന്ന്. കെ ബാബു ആയിരുന്നിട്ട് പോലും 992 വോട്ടുകൾക്കാണ് വിജയിച്ചത് എന്നുള്ളതാണ്. പക്ഷെ അവിടെ മൂല്യം അറിയാവുന്ന BJPയുടെ KS രാധാകൃഷ്ണൻ 23,700 വോട്ടുകൾ. തുടർച്ചയായി മണ്ഡലത്തെ പ്രധാനപ്പെട്ട ഘടകമാണ്. തുറവൂർ മത്സരിച്ച സമയം അവിടെ 18% വോട്ടുണ്ടായിരുന്നു. അത് 14 നിലവിലുള്ളൂ. പക്ഷെ 2020യുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും അഞ്ജലി നഗരസഭ നടത്തുന്നുണ്ട്. മറ്റേ സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങുന്നൊക്കെ മനസ്സിലായില്ല സ്മൃതി. സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം പറഞ്ഞത്. സർക്കാർ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം ഇല്ലേ? സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോ ഈ വക കാര്യങ്ങളൊക്കെ അറിയണം, നമ്മൾ കേൾക്കണ്ടേ? സൺ കിസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വോട്ടേഴ്സ് വോട്ടിലൂടെ ബാലറ്റിൽ കിസ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. സാധ്യത നോക്കാം. തൃപ്പൂണിത്തുറയിൽ ഉണ്ണികൃഷ്ണൻ വേഴ്സസ് മത്സരം നേരിട്ടാണ്. ത്രികോണ മത്സരം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പോൾ നേരിട്ടാണ്. LDF UDF. തൃപ്പൂണിത്തുറയിൽ UDF or LDF 50-50 സാധ്യത ബലാബലം. ശക്തമായ മത്സരം. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ കരുത്തനാണെന്ന കാര്യത്തിൽ സംശയമില്ല. ദീപക് ജോയിക്ക് ബാബുവിന്റെ അത്ര കരുത്തുമില്ല. ബാബു കൊടുക്കുന്ന കരുത്താണ്, പക്ഷെ ബാബുവിന്റെ കരുത്താണ് ദീപക് ജോയിന്. അതാണ് ബാബു കൊടുക്കുന്ന കരുത്താണ് ദീപകിന്റെ കരുത്ത്. പക്ഷേ എനിക്ക് UDF കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. UDF ട്രെൻഡ് ഉണ്ട് അവിടെ. അവിടുത്തെ BJP ചോരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ ചോരുന്ന വോട്ട് എങ്ങോട്ട് പോകുന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. UDFനാണോ സാധ്യത? UDFന് പോകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാനും UDFനൊരു BJP വോട്ട് ചോർന്നാൽ UDFന് ഗുണകരമാകും. അങ്ങനാണെങ്കിൽ ഡീലാരോപണത്തിന് UDF മറുപടി പറയും. നിർത്തിയതിന് ഗുണം കിട്ടാൻ പോകുന്ന ആർക്കാ? കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത് BJP
നിലനിർത്താൻ അല്ലെങ്കിൽ ഡീലാർപണം ശരിയാണെന്ന് കാണിക്കാൻ തൃപ്പൂണിത്തുറ തോറ്റ് കാണിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര BJP അനുകൂല വോട്ട് ഒരു മാറ്റം പ്രതീക്ഷിച്ച് BJP അനുകൂല വോട്ട് ചെയ്ത ആളുകൾ ഇത്തവണ ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥി അല്ലാത്തത് കൊണ്ട് അഞ്ജലിക്ക് വോട്ട് ചെയ്തില്ല എങ്കിൽ അപ്പോ ഡീൽ ആർക്കായി ആ ഡീൽ ഉണ്ടോ? അതാണ് അപ്പോ ഉണ്ടോ? ഇതിപ്പോ മറുപടി ഇതെന്ന് പറഞ്ഞത്. പറയുന്നതല്ലേ? ഡീലിന്റെ അല്ല ആനുകൂല്യം ബി ഡീലുണ്ടോ? അല്ലല്ല ഡീൽ ഉണ്ടെങ്കിൽ അപ്പോൾ വരും. ആ ഡീൽ ഉണ്ടെങ്കിലല്ലേ ഇല്ലെന്നല്ലേ ഇത്രയും ദിവസം വാദിച്ചുകൊണ്ടിരുന്നത്? അല്ല, ഇല്ലെന്നല്ലേ ഇത്രയും ദിവസം അല്ല, വാദിച്ചുകൊണ്ടിരുന്നത്? LDF ആണല്ലോ ഡീൽ ആരോപണം ഉന്നയിച്ചത്. അല്ല അത് സമ്മതിച്ചില്ല. അപ്പൊ ഡീലില്ലല്ലോ. വെട്ടിപ്പോയല്ലോ. ഡീലുണ്ടെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല അപ്പൊ വെട്ടിപ്പോയി. ഇല്ല, അപ്പൊ അതാണ് വെട്ടിപ്പോയി. അത്രേ ഉള്ളൂ. അപ്പൊ അത് UDF മനസ്സിലാക്കിയാൽ മതി. അത് LDF മനസ്സിലാക്കിയാൽ മതി. അല്ല സ്മൃതിയോട് പറഞ്ഞൊരു ഞാൻ കാര്യമുണ്ട്. പറഞ്ഞിട്ട കാര്യമുള്ളൂ. BJP എന്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർത്തിയില്ല എന്നുള്ള ചോദ്യം നിങ്ങൾക്കൊന്നും ഇല്ല. BJP എന്തുകൊണ്ട് സ്ഥാനാർത്ഥി കൊടുത്തു? ആ, ഒരു മിനിറ്റ്. ഇനി എറണാകുളത്ത് മണ്ഡലമുണ്ട്. ഇനി എറണാകുളത്ത് മണ്ഡലമുണ്ട്. UDF. പക്ഷെ ബ്രേക്ക് വേണം. അതുകൊണ്ടാണ് UDF ഇനി എറണാകുളത്ത് മണ്ഡലമുണ്ട്. ബ്രേക്ക് വേണം. ബ്രേക്ക് വേണം. അതുകൊണ്ടാണ് UDF ഉന്നയിച്ചത്. ശരി ഒരു